നമ്മൾ ഷെയ്ഡ് ചെയ്ത് വരയ്ക്കുന്ന ഒരു ചിത്രം വേറെ ലെവലാക്കാനുള്ള 3 ഇമ്പോർട്ടൻറ്റ് ടെക്നിക്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കൂടാതെ വീഡിയോയുടെ അവസാനം ഒരു സർപ്രൈസിങ് എലമെൻറ്റ് കൂടിയുണ്ട്. എൻ്റെ പേര് സച്ചിൻ. ഐ എം ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഹാവ് എ ഡ്രീം. വെൽക്കം ടു മൈ ആർട്ട് ചാനൽ. This is artist Sachin. Yeah. Let's go. If I go, I'ma get. When I flow, I'ma hit. And I know I'm the kid. I'm a soul, don't forget. നമ്മുടെ ആദ്യത്തെ ടെക്നിക്ക് ഷെയ്ഡിങ് ബേസിക്സ് ആണ്. നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഒരു ഫേസ് ഷെയ്ഡ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എന്തെല്ലാമാണ്, അതെങ്ങനെ ചെയ്യാം, അതാണ് നമ്മുടെ ആദ്യത്തെ ടെക്നിക്ക്. നമ്മൾ ഇതിനു മുമ്പ് ലൈറ്റ് ആൻഡ് ഷാഡോ ഇൻ പെൻസിൽ ഡ്രോയിങ് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡിങ് അറിഞ്ഞിരിക്കുന്നതിനേക്കാൾ മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് ആൻഡ് ഷാഡോനെ കുറിച്ചുള്ള അറിവ്. ആ ഒരു വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് പോയി കാണണം. ഇപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഷെയ്ഡിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യാറ്? നമ്മൾ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഷോർട്ടായിട്ട് ലൈൻസ് ഇടും അല്ലേ? ഇതിനെ ശരിക്കും ഹാച്ചിങ് എന്ന് പറയാം. അതായത് ഷോർട്ടായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് ചെയ്യുന്നതിന് ഹാച്ചിങ് എന്ന് പറയാം. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഒരു ഒബ്ജക്റ്റ് വരയ്ക്കുകയാണ്. ഒരു റൗണ്ട് ഷേപ്പിലുള്ളൊരു ബോൾ വരയ്ക്കുകയാണ്. ഇത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇത് ഞാൻ ആദ്യം ഈ ഒരു ഷെയ്ഡിങ്ങാണ് ചെയ്യുന്നത്. ഇതിനെ പാരലൽ ഹാച്ചിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഷോർട്ടായിട്ട് ഇങ്ങനെ ലൈൻസ് ഇടുക, അതിനെ ഹാച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ പാരലായിട്ടുള്ള ലൈൻസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ ഹാച്ചിങ് എന്ന് പറയുന്നത്. പാരലായിട്ടും സ്ട്രൈറ്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ലൈൻസ്. അപ്പോൾ ഈ ഒരു ലൈൻസിൻ്റെ ഡാർക്ക് ആക്കാനായിട്ട് ഈ ലൈൻസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്തിട്ട് ലൈൻസ് ഇടാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടെക്നിക്കാണ് പാരലൽ ഹാച്ചിങ്. രണ്ടാമത്തെ ടെക്നിക്ക് അതിനെ ക്രോസ് ഹാച്ചിങ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പാരലൽ ഹാച്ചിങ് ചെയ്തല്ലോ, അതുപോലെ ആദ്യം നമ്മൾ ലൈൻസ് ഇടും, എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ ക്രോസ് ആയിട്ട് വീണ്ടും ലൈൻസ് ഇടും. അപ്പോൾ ഇതിനെ ക്രോസ് ഹാച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടും. ഇതിൻ്റെയും ഡാർക്ക് ആക്കാനായിട്ട് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയ്ക്കാം, അല്ലെങ്കിൽ ഓവർലാപ്പ് ചെയ്ത് വീണ്ടും ലൈൻസ് വരയ്ക്കാം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഷെയ്ഡിങ് ടെക്നിക്കാണ് കോണ്ടൂർ ഹാച്ചിങ്. ഫേസൊക്കെ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡിങ് ടെക്നിക്കാണ്. അപ്പോൾ കോണ്ടൂർ ഹാച്ചിങ് എന്താണെന്ന് നോക്കാം. കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാം. ഒബ്ജക്റ്റ് ഇപ്പോൾ ഞാനൊരു ബോൾ പോലെയാണ് വരച്ചിരിക്കുന്നത്, ഒരു സ്ഫിയറാണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉരുണ്ടിരിക്കും. അപ്പോൾ ആ ഷേപ്പിൻ്റെ ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഷെയ്ഡ് ചെയ്യാം. അതിനെയാണ് കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയാം. അപ്പോൾ ഫേസ് ആണെങ്കിലും ഫേസിനൊരു ഡയമെൻഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യും. അപ്പോൾ അതിനെ കോണ്ടൂർ ഹാച്ചിങ് എന്ന് പറയും. ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് നല്ല രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ഈ ഒരു കോണ്ടൂർ ഹാച്ചിങ് എന്നുള്ളൊരു ഷെയ്ഡിങ് ടെക്നിക്ക് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അടുത്ത ഷെയ്ഡിങ് ടെക്നിക്ക് സ്റ്റിപ്ലിംഗ് ആണ്. സ്റ്റിപ്ലിംഗ് എന്ന് പറയുമ്പോൾ ഡോട്ട്സ് ഇടാം. നിങ്ങൾ ഡോട്ടഡ് ആയിട്ടുള്ള ഡ്രോയിങ്സൊക്കെ കണ്ടിട്ടുണ്ടോ, പോർട്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഡോട്ട് ഇടുക. ഡോട്ട് ഇട്ടിട്ട് ഷെയ്ഡ് ചെയ്യണ പോലെ ലൈറ്റ് ആൻഡ് ഷാഡോ കൊണ്ടുവരാം. അപ്പോൾ ഡോട്ട്സ് തമ്മിലുള്ള ഗ്യാപ്പ് കുറയുമ്പോൾ ആ ഭാഗം ഡാർക്കായിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഓവർലാപ്പ് ചെയ്തും ഡോട്ട്സ് ഇടാം. അപ്പോൾ ഇതിനെ സ്റ്റിപ്ലിംഗ് എന്നാണ് പറയുന്നത്, ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന ടെക്നിക്ക്. അടുത്ത ടെക്നിക്ക് സ്കംബ്ലിംഗ് ആണ്. സ്കംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഇതിനെ സ്ക്രിബ്ലിംഗ് എന്നും പറയും. നമ്മളിങ്ങനെ സ്ക്രിബിൾ ചെയ്യില്ലേ, അതേപോലെ ഷെയ്ഡ് ചെയ്യാം. ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനെ സ്കംബ്ലിംഗ് എന്നാണ് പറയുന്നത്. 1, 2, 3, 4, 5 ടൈപ്പ് ഓഫ് ഷെയ്ഡിംഗ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിച്ചത്. അപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഈ 5 ടൈപ്പ് ഓഫ് ഷെയ്ഡിംഗ് അറിഞ്ഞിരുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. ടെക്നിക് നമ്പർ 2, അണ്ടർസ്റ്റാൻഡിങ് ദ റെഫറൻസ്. നമ്മളൊരു പിക്ചർ വരയ്ക്കുമ്പോൾ മിക്കവാറും റെഫറൻസ് പിക്ചേഴ്സ് എടുക്കാറുണ്ടല്ലേ, അത് നോക്കി വരയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ ഭാവനയിൽ നിന്ന് വരയ്ക്കുകയാണെങ്കിൽ തന്നെ അതിന് റെഫറൻസ് പിക്ചേഴ്സ് നമ്മൾ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ റെഫറൻസ് പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡിങ് പ്രോസസ്സിൽ ആ പിക്ചർ നല്ല രീതിയിൽ മനസ്സിലാക്കിയ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഒരു റെഫറൻസ് പിക്ചർ എടുത്തിട്ട് അത് നല്ല രീതിയിൽ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടിപ്പ്. ഈ ഒരു ചിത്രമാണ് എൻ്റെ റെഫറൻസ് ഫോട്ടോ. അപ്പോൾ നമ്മളൊരു പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ആ ഫോട്ടോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി പ്രിൻറ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ മൊബൈലിലാണ് ഫോട്ടോ എങ്കിൽ അത് സിമ്പിളായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഗ്രിഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഗ്രിഡ് യൂസ് ചെയ്യണ ആപ്പ് ഏതാണെന്നൊക്കെ അതിൻ്റെ ടെക്നിക്കുകളൊക്കെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെഫറൻസ് ഫോട്ടോ വരയ്ക്കുന്നതിനേക്കാൾ മുമ്പ്
ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടുമ്പോൾ നമ്മൾ സ്കെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷെയ്ഡിങ് പ്രോസസ്സാണ്. ആ ഷെയ്ഡിങ് പ്രോസസ്സിൽ നമുക്ക് വൈറ്റ് ഇടേണ്ട പോർഷൻസ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് വൈറ്റ് ഏതൊക്കെ പോർഷനിൽ വിട്ടിട്ടുണ്ട്, ഹൈലൈറ്റ് എന്ന് പറയാം. അതായത് നമ്മുടെ ഫേസിൽ ലൈറ്റ് വീണിട്ട് അത് ഡയറക്റ്റായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്ന പോർഷൻസ്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഒരു ചിത്രം കിട്ടിയ ഷെയ്ഡിനൊക്കെ മുമ്പ് ആദ്യം നോക്കാം ഏതൊക്കെ ഭാഗങ്ങളിൽ വൈറ്റ് വീണിട്ടുണ്ട്. അപ്പോൾ അതേ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ വൈറ്റ് ഡയറക്റ്റ്ലി വീണിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഒഴിച്ചിടണം. ഈ ഒരു ഭാഗത്ത് നമുക്ക് പേപ്പർ വൈറ്റാണ് ഒഴിച്ചിടേണ്ടത്. കണ്ടോ? ഇപ്പോൾ ഫേസിലാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഒരു വൈറ്റ് ഷെയ്ഡ് വീഴുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഏകദേശം ഞാനിവിടെ കാണിക്കുകയാണ്. നിങ്ങളിങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഞാനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാർട്സാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യുന്ന പാർട്ട്. അതായത് ഹൈലൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഫേസിൽ ലൈറ്റ് ഡയറക്റ്റ് വീണ് അത് ഡയറക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്ന പാർട്ട്. അതൊക്കെ നമുക്ക് വൈറ്റ് ആയിട്ട് തോന്നാം. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് പേപ്പർ വൈറ്റ് ഒഴിച്ചിട്ടാൽ മതി. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളിൽ ഷെയ്ഡ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതേ ഇവിടെ ഞാനൊരു ഷെയ്ഡിങ് പോർഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഏകദേശം ഒരു ഡാർക്ക് ഷെയ്ഡ് ചെയ്യുന്ന ലൈറ്റിലേക്കാണ്, ഇങ്ങോട്ടൊരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇനി ഈ ഒരു പോർഷനിൽ ചെറിയൊരു ഷേപ്പിൽ, പിന്നെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഷെയ്ഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഡാർക്കുള്ള ഭാഗത്തു നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ബ്ലെൻഡിങ് സ്റ്റിക്കോ കോട്ടൺ ബഡോ വെച്ചിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഹൈലൈറ്റായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ഷെയ്ഡ് കിട്ടും. ഇങ്ങനെയാണ് ഞാൻ ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പലതരം ടോൺസ് ഉണ്ട്. ഇത് ഈ ഒരു പോർഷനിൽ ലൈറ്റ് ടോണാണുള്ളത്. ഈ ഒരു പോർഷനിൽ മിഡിൽ ടോണാണുള്ളത്. അതായത് ഹൈലൈറ്റ് ഏറ്റവും വൈറ്റ് വരുന്ന പോർഷൻ, അതിനേക്കാളും കുറച്ചും കൂടി ഷെയ്ഡുള്ളത് ലൈറ്റ് ടോൺ, അതിനേക്കാളും കുറച്ചും കൂടി ഷെയ്ഡുള്ളത് മിഡിൽ ടോൺ. പിന്നെ വരുന്നത് നമുക്ക് ഡാർക്ക് ടോണാണ്. ഡാർക്ക് ടോൺ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് പോലെ ഇരിക്കുന്ന പോർഷൻസ്. അപ്പോൾ ഞാൻ ഈ ലൈറ്റ് ടോൺ ചെയ്യുന്നത് 2H അതുപോലുള്ള പെൻസിൽസ് വെച്ചിട്ടായിരിക്കും. ഈ മിഡിൽ ടോൺ ചെയ്യുന്നത് HB 2B പോലുള്ള പെൻസിൽ വെച്ചായിരിക്കും. ഈ ഒരു ഷെയ്ഡ് ചെയ്യുന്നത് 2B 3B 4B റേഞ്ചുള്ള പെൻസിലായിരിക്കും. അതുപോലെ തന്നെ ഏറ്റവും ഡാർക്ക് ചെയ്യുന്നത് 6B 8B 10B അല്ലെങ്കിൽ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാം. ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കറക്റ്റ് ബ്ലാക്ക് കളർ കിട്ടും. ഇത് ഫേസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഡാർക്ക് ടോൺ ഉണ്ട്. ഇവിടെയും ഒരു ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെ പോർഷനിൽ ഏതൊക്കെ ഷെയ്ഡ് വരുന്നത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് ഒരു റെഫറൻസ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ഫോട്ടോ ഫുള്ളായിട്ട് നോക്കിയിട്ടല്ല വരയ്ക്കുന്നത്. നമ്മൾ ഈ ഒരു പോർഷൻ വരയ്ക്കുമ്പോൾ ആ പോർഷൻ മാത്രം നോക്കാം. അവിടെ എന്തൊക്കെ ടൈപ്പ് ഷെയ്ഡ് ഉണ്ട്, അവിടെ ഏതൊക്കെ ഭാഗത്താണ് ഹൈലൈറ്റ് വരുന്നത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ലൈറ്റ് ടോൺ ഏതൊക്കെ ഭാഗത്തുണ്ട്, മിഡിൽ ടോൺ ഏതൊക്കെ ഭാഗത്തുണ്ട്, ഡാർക്ക് ടോൺ ഏതൊക്കെ ഭാഗത്തുണ്ട്. എന്നിട്ട് ആ ഷെയ്ഡ് വീഴുന്ന ഭാഗത്തിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് ഷെയ്ഡ് ചെയ്യുക, അത് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെഫറൻസ് മനസ്സിലാക്കുന്നൊരു പ്രോസസ്സ്. ഈ റെഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടം വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഫേസിൻ്റെ ഷേപ്പ് നമ്മൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഫേസിൻ്റെ ഈ ഒരു ഷേപ്പ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത് അല്ലേ? ഈ ഒരു ഭാഗത്താണെങ്കിൽ ഇങ്ങോട്ടാണ് ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കോണ്ടൂർ ഷെയ്ഡിങ് എന്നൊരു ടെക്നിക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കോണ്ടൂർ ഷെയ്ഡിങ് എന്നുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം നോക്കാം, താടിയുടെ ഭാഗം, ഇവിടെ ഒരു സ്ക്രിബ്ലിംഗ് പോലെ ആണ് ഷെയ്ഡ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ സ്കംബ്ലിംഗ് എന്നൊരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് പാരലൽ ഹാച്ചിങ് ചെയ്താൽ മതി. കാരണം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസാണ് ഈ ഒരു നെറ്റിയുടെ അവിടെ വരുന്നത്. അപ്പോൾ പാരലൽ ഹാച്ചിങ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെയും ഷെയ്ഡ് ചെയ്യാം, ഇങ്ങനെയും ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ക്രോസ് ഹാച്ചിങ് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ടോൺസ് മനസ്സിലാക്കി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ടോൺ ഏത് ഷെയ്ഡിങ് ടെക്നിക്ക് വെച്ച് നമ്മൾ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യും, അതാണ് മനസ്സിലാക്കുന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ
അണ്ടർസ്റ്റാൻഡിങ് ദ റെഫറൻസ്. അപ്പോൾ ആദ്യം റെഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് സൂപ്പറായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആദ്യത്തെ 2 ടെക്നിക്സ് നമ്മളെ ഷെയ്ഡിങ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യിക്കുന്ന ടെക്നിക്സ് ആയിരുന്നു. ഇനി നമുക്ക് ശരിക്കും ഷെയ്ഡിങ് ചെയ്യണമല്ലേ, പേപ്പറും പെൻസിലൊക്കെ എടുത്തിട്ട് നമുക്ക് കാര്യം ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് നമ്മുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സ്. 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പോർഷൻ എടുക്കുക. ആ പോർഷനിൽ ഒരു ഷെയ്ഡുള്ള ഭാഗം കണ്ടുപിടിക്കുക. ആ ഷെയ്ഡുള്ള ഭാഗത്തിൻ്റെ ഷേപ്പ് നോക്കാം. എന്നിട്ട് ആ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ ഷെയ്ഡ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് ആ ഷേപ്പ് ഇവിടെ ഷെയ്ഡ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ടാണ്, ലൈൻ വെച്ചിട്ടല്ല, ഷെയ്ഡ് വെച്ചിട്ട് തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ലൈറ്റായിട്ട് മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഷെയ്ഡിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടും. സെക്കൻഡ് സ്റ്റെപ്പിൽ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച പോർഷൻ്റെ ഉള്ളിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഫില്ല് ചെയ്യും. അപ്പോൾ ഏത് ഷെയ്ഡിങ് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യും. ഞാനിവിടെ നമ്മുടെ പോർഷൻ ഷെയ്ഡ് ചെയ്ത് ഫില്ല് ചെയ്യാണ്. അപ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 2 പോർഷനാക്കി വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണമെങ്കിൽ ഡാർക്കുള്ള പോർഷൻ ഉണ്ട്, കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള പോർഷൻ ഉണ്ട്. ഡാർക്കായുള്ള പോർഷനിൽ ലൈറ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് താഴോട്ടാണ് ഞാൻ പാരലൽ ഷെയ്ഡിങ്ങാണ് ഞാനിവിടെ ചെയ്യുന്നത്. അതാണ് നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ്. 3ാമത്തെ സ്റ്റെപ്പിൽ ഒരു ബ്ലെൻഡിങ് സ്റ്റിക്കോ കോട്ടൺ ബഡോ നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ഷെയ്ഡ് ഹൈലൈറ്റുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ചില ഭാഗങ്ങൾ നല്ല സ്മൂത്തായിട്ട് ലൈറ്റും ഷാഡോയും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിരിക്കും, ചില ഭാഗങ്ങൾ ചിലപ്പോൾ ഷാർപ്പായിട്ട് ഷാഡോ ആയിരിക്കും വീഴുണ്ടാവുക. അപ്പോൾ അത് നോക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് ചൂസ് ചെയ്യണം വേണ്ടോ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചർ ഈ 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ വെച്ചിട്ടാണ് വരച്ചിരിക്കുന്നത്. നമ്മൾ ഷെയ്ഡിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈ 3 ടെക്നിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് ഈ വീഡിയോൻ്റെ അവസാനം. ചില സുഹൃത്തുക്കൾ നമുക്കുണ്ടാവും, നമ്മുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന സുഹൃത്തുക്കൾ. അത്തരത്തിൽ കുറച്ച് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അതിലൊരാളാണ് ജോയൽ. ജോയലിൻ്റെ ചിത്രമാണ് ഞാൻ ഇന്നിവിടെ വരച്ചത്. ജോയൽ ഞാനൊക്കെ ബിടെക്കിൽ ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്നവരാണ്. ജോയൽ ആ സമയം മുതൽ ഭയങ്കര ടെക്കിയാണ്. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ അവന് പ്രാന്ത, പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അവൻ്റെ ജീവനാണ്. പിന്നെ ബിടെക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, നിൻഡ്രിവ എന്ന് പറഞ്ഞൊരു കമ്പനി. എല്ലാ വീക്കെൻഡ്സും ജോലി കഴിഞ്ഞിട്ട് ഒരുമിച്ച് ബൈക്കിലാണ് ഞങ്ങൾ വീട്ടിൽ പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ വലിയ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് പരസ്പരം ഷെയർ ചെയ്യായിരുന്നു. ആ ഒരു കോൺവെർസേഷൻ എനിക്ക് കൂടുതൽ മുന്നോട്ട് ഓടാനുള്ള, കൂടുതൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനുള്ള ഒരുപാട് ഹെൽപ്പ് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ആർട്ടിസ്റ്റ് എന്ന കരിയർ സ്റ്റാർട്ട് ചെയ്തൊരു ബിഗ് സീറോ എന്നാണ്. ആ സമയത്ത് എന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഹരീഷ് രാമചന്ദ്രൻ, ഞങ്ങൾ ശശി എന്നാണ് വിളിക്കുക. ഇനി ഹരീഷ് രാമചന്ദ്രൻ്റെ വോൾട്രോയിഡ് എന്ന കമ്പനി, ജിതിൻ പോളച്ചൻ, ഫസലു, ജോയൽ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. പിന്നീട് ഞാൻ പേഴ്സണൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു, ആർട്ട് സ്കൂളിലെ വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ പുതിയ വെബ്സൈറ്റ് വർക്കിങ്ങിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്കിൽ ഒരു ടെക്നിക്കൽ ടീമുണ്ട്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഒരു വെറും ഡ്രീമായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്ത് ജോയിനിൻ്റെ അടുത്ത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഇപ്പോൾ സ്പോട്ട് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ, ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ബാക്കിൽ നമ്മോടൊപ്പം തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന, നമ്മളെ മോട്ടിവേഷൻ മുൻപിലേക്ക് പുഷ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അത്തരത്തിലുള്ള അൺസങ് ഹീറോസിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ ഒരു പോർട്രേറ്റ്. നമ്മൾ ഫേമസ് ആയ ആൾക്കാർ മാത്രം വരച്ചാൽ പോരല്ലോ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമ്മൾ ഈ ഒരു നിലയിലെത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് കൂടി വരച്ചു കൊടുക്കണമല്ലോ. നമ്മുടെ ലൈഫിൽ അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കളെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പോർട്രേറ്റ്. അപ്പോൾ ഈ പോർട്രേറ്റ് നമുക്ക് ജോയിലിന് കൊണ്ടുകൊടുക്കാം. അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.